friends, welcome to my channel Taste Trips Tips. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരുവും ചക്കപ്പൂഞ്ഞും കൂടെ ആയിട്ടുള്ള ഒരു മസാല കറിയാണ്. ഇറച്ചിക്കറി പോലെ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരിട്ട് ഒരു 10-12 ചക്കക്കുരു എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കപ്പ് ചക്കപ്പൂഞ്ഞ് സ്ക്വയർ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്ത്, ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു മുറി തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇത് 2-ാം പാല് ഒരു 2 കപ്പോളം വരും. ഈ ചെറിയ ഉള്ളി ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കുക, നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് വഴട്ടാവുന്നതാണ്. ഉള്ളി വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയും തേങ്ങയും നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴട്ടുക. ഒരു കാര്യം പറയാനിട്ട് പോയി, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചക്കക്കുരു എല്ലാം നന്നായിട്ട് വഴട്ടി ഒന്ന് പകുതി വേവായി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൂഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതും സെയിം തന്നെ നമ്മൾ ഇതുപോലെ ഇട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറു തീയിലിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. ചക്കക്കുരും പൂഞ്ഞെല്ലാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്ക് പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അവസാനം വേണമെങ്കിലും തക്കാളി ചേർക്കാം. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം തക്കാളി ആഡ് ചെയ്തു. ഇനിയാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയെല്ലാം ചേർക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഇട്ട് തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എരിവ് അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം. അപ്പോൾ ഇത് കുറച്ച് നല്ല എരിവുള്ള ഒരു കറിയാണ്, അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 2-ാം പാലിൽ കിടന്ന് വേണം ഇത് വെന്ത് വരാൻ. അപ്പോൾ ഒരു 2-2.5 കപ്പോളം 2-ാം പാലുണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് ഇനി തിളച്ച് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് 1-ാം പാല് ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അതുപോലെ തന്നെ പൂഞ്ഞും ചക്കക്കുരും ഒക്കെ വെന്തോന്ന് എടുത്തിട്ട് നോക്കണം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുകയാണ്. ചക്കക്കുരും പൂഞ്ഞും എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് ഉള്ള വെള്ളമുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത ശേഷം ഞാൻ ചെറുതായിട്ടൊരു ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യും. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി ഉപ്പും ഗരം മസാലയും കുറച്ചും കൂടി ആഡ് ചെയ്തു. കുറച്ച് കറിവേപ്പില ഇട്ട് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണിത്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിൽ നമ്മുടെ ഇപ്പോൾ ചക്ക സീസണാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.